അപ്പോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ ബിരിയാണിയുടെ ഒരു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ബിരിയാണിയുടെ വീഡിയോസ് ഇനി കൂടുതൽ വരാം. അപ്പൊ ഇന്ന് നമ്മള് ടേസ്റ്റ് ചെയ്യാൻ പോണത് കൃഷ്ണ, പാലക്കയിലത്തെ കൃഷ്ണയിലത്തെ ബിരിയാണിയാണ് കേട്ടോ. ആ കൃഷ്ണയിലത്തെ ബിരിയാണിക്ക് പഴയ റേറ്റ് 100 രൂപയായിരുന്നു. ഇപ്പൊ പുതിയ റേറ്റ് അവര് പുതുക്കി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 110 രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് റേറ്റ് വരുന്നത്. ചിക്കൻ ബിരിയാണി പണ്ട് 100 ആയിരുന്നു, ഇപ്പൊ 110 ആക്കിയിട്ടുണ്ട്. അപ്പോ ആ 110ന്റെ ചിക്കൻ ബിരിയാണിയുടെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോകണം കേട്ടാ. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ചിക്കൻ ബിരിയാണി, നമ്മുടെ 110ന്റെ ചിക്കൻ ബിരിയാണി വരുന്നത് കേട്ടാ. നമ്മുടെ കൃഷ്ണയിലത്തെ പണ്ട് 100 ആയിരുന്നു, ഇപ്പൊ 110 ആക്കിയിട്ടുണ്ട് അവര്. അപ്പൊ ഇങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ബിരിയാണിയുടെ അടിപൊളിയായിട്ട് അച്ചാറുണ്ട്, നല്ല നാരങ്ങ അച്ചാറ്, സർലാസ് ബിരിയാണിയുടെ കൂടിയുള്ളതാണ് കേട്ടോ. എഗ് ഇല്ല ഇതില്, എഗ് മാത്രം ഒരു മിസ്സിംഗ് ഉള്ളു. സർലാസും അച്ചാറും അടിപൊളി 2 പീസ് ചിക്കന്റെ പീസും ഉണ്ട് കേട്ടോ. അപ്പൊ കഴിച്ചിട്ട് എങ്ങനെയാണ് നോക്കാം നമുക്ക്. ഓക്കെ, അടിപൊളി 2 പീസും 2 ചെറിയ പീസും ഉണ്ട്. ബിരിയാണി 110ന്റെ ആക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ടേസ്റ്റ്. നല്ല റൈസാ, അടിപൊളി റൈസ് ഇതാ. ചിക്കൻ ബിരിയാണി രസമുണ്ട്. ഈ ചിക്കൻ ബിരിയാണി ദമ്മ് ചെയ്തിട്ടുള്ളതല്ല കേട്ടാ, നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് അവര് ഗ്രേവി അടിച്ചിട്ടുള്ള ദമ്മ് ബിരിയാണി ഉണ്ടത്. ഫ്രൈ ചിക്കൻ അത് ഗ്രേവി ആക്കിയിട്ടുള്ള, അപ്പൊ അതിൻ്റെതായ വേറെ ടേസ്റ്റ് മാറ്റുണ്ട്. ബിരിയാണി 10 രൂപ കൂടിയാലും കുഴപ്പമില്ലാട്ടാ. നല്ല ടേസ്റ്റിലൊന്നും ഒരു കുറവ് വരുത്തില്ല. ടേസ്റ്റ് ഇവിടെ അടിപൊളി തന്നെയായിട്ട് കൂട്ടിയിട്ടുള്ളവര്. ടേസ്റ്റ് ഇവിടെ സൂപ്പറായിട്ട് ബിരിയാണിയില്ല. ഒരു ആവറേജ് വലിപ്പമുള്ള ചിക്കൻ പീസ് തന്നെ ഇട്ടോണ. നല്ല വലിപ്പമുള്ള ചിക്കൻ പീസാണ്, അടിപൊളി തന്നെ. അച്ചാറായാലും സർവസായാലും സൂപ്പർ തന്നെയാട്ടാ. അപ്പോ ആരെങ്കിലും പാലയ്ക്ക് വഴിക്ക് പോകണമെങ്കിൽ പാലയ്ക്ക് സെന്ററിൽ തന്നെയാണ് ഈ ഷോപ്പ്, കൃഷ്ണ ഹോട്ടൽ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ, എന്നിട്ട് അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തോളാം. ഓക്കെ, അപ്പൊ ഇനി പുതിയൊരു ബിരിയാണി വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.